ഈ സമ്പാദിക്കുന്നതിന് വിലയില്ല, ഭർത്താവ് കൊണ്ടുവന്നാൽ മാത്രമേ വിലയുള്ളൂ എന്ന് പറയുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. ഇന്ന് അതിന് സ്ഥിതി മാറി. രണ്ടാമത് ഇപ്പൊ ചോദിച്ചത് ഈ ഭരിക്കുക എന്നുള്ള വാക്ക് തന്നെ എനിക്ക് മനസ്സിലായി. ആരെ ഭരിക്കുക എന്ന് പറയുമ്പോൾ എന്റെ മുകളിൽ ഒരു കമാൻഡ് വരുവാണ്. ഒരു കമാൻഡ് വേണം. കമാൻഡ് അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം. അങ്ങോട്ട് പോയി പണ്ട് നമ്മൾ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, പല കുടുംബങ്ങളിലും നമ്മുടെ പുരാതന തറവാടുകളിലായാലും പഞ്ചാബിൽ പോയാലും യു പിയിൽ പോയാലും ഒരു തലമൂത്ത സ്ത്രീ, കാരണം ഒരു വയസ്സായ ഒരു അമ്മയുണ്ടെങ്കിൽ അവരുടെ വാക്കുകൾക്കും തീരുമാനങ്ങൾക്കും പ്രസക്തി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവരല്ല വീട് ഭരിക്കുന്നത്. കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ കുട്ടികളെ കൊണ്ടുപോകുന്നു, സ്കൂളിൽ കൊണ്ടുപോകുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം ഭാര്യ നോക്കുന്നു. ഇതിൻ്റെ എല്ലാം നോക്കുമ്പോഴും രാവിലെ പോകുമ്പോൾ അവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ചേട്ടാ ഇന്ന് സ്കൂളിൽ പോകണം, അവിടെ കൊണ്ടുപോകണം, കുട്ടികളെ നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കൺസെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുമ്പോൾ ഞാൻ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. കല്യാണം കഴിച്ച ഒരു വീട്ടിലേക്ക് ഒരു പെണ്ണിനെ കൊണ്ടുപോകുന്നു, കുട്ടികളുണ്ടായിട്ട് വേണമല്ലോ ഭരണം കുടുംബം ഉണ്ടാകുമ്പോഴാണല്ലോ ഭരിക്കുന്നത്. എങ്ങനെയുണ്ടാവുന്നു കുട്ടികൾ? ഒറ്റയ്ക്ക് ഉണ്ടാക്കുകയാണോ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്? ഇല്ലല്ലോ, രണ്ടുപേരും ഷെയർ ചെയ്യുന്ന ആ കാര്യം. അതെന്തുകൊണ്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാത്തതിന്റെ കാരണം എന്താണ്? മാഡം പറഞ്ഞ ഈ ഭരിക്കുക നയിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അത് പ്രശ്നമാണ്. നയിക്കുന്നത് സാജുവാ. പറഞ്ഞതിലൊരു കാര്യം ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് ഒരു വീട്ടില് ഒരു 21 വയസ്സ് 22 വയസ്സൊക്കെ ഉള്ളൊരു മോൻ മരിച്ചെന്നിരിക്കട്ടെ, ആദ്യം അച്ഛനെ വിളിച്ചേ പറയുള്ളൂ, അമ്മയെ പറയില്ല. അച്ഛനെ വിളിച്ച് പറഞ്ഞ അമ്മേനെ അറിയിക്കണ്ടാന്ന്. എന്ത് സംഭവിച്ചാലും കുടുംബത്തില് അത് സഹിക്കാനും അതിനുള്ള കരുത്ത ആൾക്കുള്ളതുകൊണ്ടാ. കാര്യങ്ങളിൽ കേപ്പബിൾ ആവുന്നത് മെന്നാണെന്ന് മെന്നാണ്. അതെ, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതൊരു സോഷ്യോ കൾച്ചറൽ നോമിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള വ്യാഖ്യാനം അതിനില്ല. അങ്ങനെ ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു സംഭവിച്ചാലും അച്ഛൻ ഭർത്താവ് അല്ലെ അച്ഛൻ എന്ന് പറയുന്ന ആ ഒരു ഇത് അമ്മമാര് കുറച്ച് കൂടുതൽ ഇമോഷണൽ ആവും. അത് സമ്മതിച്ചാൽ മതി. അതൊരു മേധാവിത്വം എന്ന് പറയരുത്. നമ്മുടെ സ്ത്രീയുടെ വീക്ക്നെസ് ആണെന്ന് പറഞ്ഞാൽ എടുക്കാനും പാടില്ല. ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും രണ്ടുപേരും ഈ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നത് ഉൾപ്പെടെ ഷെയർ ചെയ്യുന്നുവെങ്കിൽ ബാക്കി വരുന്ന എല്ലാ കാര്യങ്ങളും അവർ ഷെയർ ചെയ്യണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.